ഹേ ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു നോമ്പ് തുറക്കൽ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ചെറിയ നോമ്പ് തുറക്കലുണ്ടായി. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ തറവാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടായിരുന്നു നോമ്പ് തുറക്കൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഇന്ന് വർക്ക് ഫ്രം ഹോം ഉണ്ടായപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ലീവായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ കിച്ചണിൽ പ്രിപ്പറേഷൻസൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു വശത്ത് നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒരു വശത്ത് ഫ്രൂട്ട്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, ജ്യൂസിനൊക്കെ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി കറണ്ട് പോയി കഴിഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് ഓടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു കിച്ചണിൽ പോയിട്ട്. പിന്നെ എനിക്ക് ക്ലീനിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ ഒന്ന് ഫ്രഷ് ആകാനൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് പിന്നെ കിച്ചണിൽ പോയപ്പോൾ അവിടെ കറിക്ക് വേണ്ടിയുള്ള മസാല പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആവാനായിട്ട് കയറി. കുളിച്ച് സെറ്റാവണം. അപ്പോൾ അതിന് വേണ്ടി കയറി. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കിടന്നായിരുന്നു. ഇന്ന് അങ്ങനെ വെറുതെ ഇരിക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തായിരുന്നു റൂമിൽ. എന്നിട്ട് നേരെ താഴേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഓൾറെഡി അറേഞ്ച്മെൻറ്റ്സൊക്കെ ആയി. ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. മീൻസ് ഈ പറയുന്നിട്ട് സീറ്റിങ്ങും സംഭവമൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ അധികം മെമ്പേഴ്സ് ഇല്ല, അത് കാരണം തന്നെ വീടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ആയിരുന്നു നോമ്പുറ സെറ്റ് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ചിക്കൻ 65 അവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വശത്തോടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ കുറേ നോമ്പ് തുടങ്ങിയതിന് ശേഷം മിക്കപ്പോഴും ചിക്കൻ സാധാ പൊരിക്കുന്നതിൽ ഈ 65 ആയിട്ടാണ് ഉമ്മി പൊരിക്കുന്നത്. നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ പിന്നെ ഇത് നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ഫ്രൂട്ട്സ്, മുന്തിരി ക്ലീൻ ചെയ്യാനായിട്ട് ഇട്ടേക്കുന്നതാണ്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നിട്ട് പുതിയ പ്ലേറ്റ്സും ഡിന്നർ സെറ്റ്സൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ നമ്മുടെ 65 ഒക്കെ അവിടെ അതുപോലെ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. ഇത് ഒരു പ്രത്യേക സ്മെല്ലാണ്. നമ്മുടെ ഈ 65 അവിടെ ഫ്രൈ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല്. സാധാ നമ്മുടെ ചിക്കൻ ഫ്രൈനേലും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ അവിടെ തരിയില്ലേ, റവ, അത് കാച്ചുണ്ടായി. കുറേയൊക്കെ അവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് കൊണ്ടുവെക്കാനായിട്ട് തുടങ്ങി. കാരണം ഓൾമോസ്റ്റ് സമയമായി വരുന്നുണ്ട്. അത് കാരണം ഫ്രൂട്ട്സൊക്കെ നമ്മൾ കൊണ്ടുവെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കൊണ്ടുവച്ചാൽ തന്നെ നമുക്ക് വേറെ ആ സമയത്ത് കിടന്ന് ഓടുണ്ടായല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഹസ്ബൻഡ് വന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. എന്നിട്ട് നേരെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ എടുത്തു വെക്കണം. കാരണം ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ എടുത്തു വെക്കണമായിരുന്നു. 3 സെറ്റായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. എല്ലാ ഐറ്റംസും 3 സെറ്റ് ആയിട്ടാണ് നമ്മൾ, അതായത് ആണുങ്ങളുടെ അവിടെ ഒരു സെറ്റ്, പെണ്ണുങ്ങളുടെ അവിടെ 2 സെറ്റ്, അങ്ങനെയാണ് നമ്മൾ എല്ലാം ഡിവൈഡ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ അത് 3 സെറ്റാക്കിയിട്ട് എല്ലാ ഐറ്റംസും നമ്മൾ വെക്കുകയാണ്. സമൂസ വെച്ചു. ഇത് ഉന്നക്കായ്. കുറേ പേര് ഉന്നക്കായ് ഫാൻസാണ്, അത് കാരണം അവർക്ക് അതുണ്ട്. പിന്നെ ചട്ടിപ്പത്തിരി, ഫ്രൂട്ട്സ് ഉണ്ടായി. ഫ്രൂട്ട്സ് ഗ്രേപ്സ്, മാംഗോ, ആപ്പിൾ, പൈനാപ്പിൾ, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായി. അതൊക്കെ തന്നെയാണ്. കട്ട്ലേറ്റ് ഉണ്ടായി. പിന്നെ അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ എടുത്ത് വെക്കുകയാണ്. കാരണം ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുള്ളവർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം ധൃതി പിടിച്ച് പിന്നെ ബജി ഉണ്ടായി കേട്ടോ. മുളക് ബജി, മുട്ട ബജി ഉണ്ടായി. അപ്പോൾ അതും നമ്മൾ എടുത്ത് വെച്ചു.
കാണാൻ നല്ല രസമായിരുന്നു. ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ടായി ടേബിളൊക്കെ കാണാനായിട്ട്. അങ്ങനെ എല്ലാം നമ്മൾ മൂന്ന് ഭാഗത്തേക്ക് ഡിവൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഈ പറയുന്നത് ജ്യൂസ് എടുക്കാനായിട്ട് ഇച്ചിരി റഷായിപ്പോയി. ജ്യൂസ് 2 ടൈപ്പ് ജ്യൂസും ഒരു നാരങ്ങ വെള്ളമായിരുന്നു. അപ്പോൾ അതെടുക്കാൻ റഷായി. പിന്നെ ഇപ്പോൾ കണ്ട ക്ലിപ്പ് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വക ഒരു ഗിഫ്റ്റ് കൊടുത്തതാട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് സ്നാക്സ് ഐറ്റംസും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ വെച്ചു എന്നാണ് തോന്നുന്നത്. വെച്ചു. ഇനി കട്ട്ലേറ്റ് അങ്ങനെ കുറച്ച് സാധനമുള്ളൂ. ഇനി നമുക്കുള്ളത് ഈ പറയുന്നോട്ട് ജ്യൂസസ് ആണ്. അപ്പോൾ ജ്യൂസ് ഇടാനായിട്ട് ഭയങ്കര തിരക്കായിപ്പോയി. കാരണം ഇത് 3 ഐറ്റംസ് ഈ പറയുന്നോട്ട് ഈ ഷമാം ജ്യൂസ് ഉണ്ടായി, അതുപോലെ തന്നെ എന്തായിരുന്നു ഗ്രേപ്പ് ഉണ്ടായി, പിന്നെ സർബത്ത് ഉണ്ടായി. അപ്പോൾ ഇത് 3ഉം എല്ലാവർക്കും എത്തിക്കാനായിട്ട് ഇച്ചിരി പാടായിരുന്നു എടുത്ത് വരുമ്പോൾ. പിന്നെ നമ്മൾ പേപ്പർ ഗ്ലാസ് ആയിരുന്നു ജ്യൂസിന് വേണ്ടി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, കുറേ നേരം ഇരുന്നാൽ ഇച്ചിരി റിസ്ക് ആണല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് റഷായിപ്പോയി ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും. പിന്നെ എല്ലാം അൽഹംദുലില്ലാ എല്ലാം സെറ്റാക്കി വെച്ചായിരുന്നു നമ്മൾ. അവർ വന്നതിന് മുമ്പ് തന്നെയൊക്കെ വെച്ചായിരുന്നു. പിന്നെ നമ്മൾ തരി അതും വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം എല്ലാ സാധനങ്ങളും ഇപ്പം ഉണ്ട്. പിന്നെ കുമ്മട്ടി ഉണ്ടായിരുന്നു കേട്ടോ. യെല്ലോയും ഉണ്ടായി റെഡും ഉണ്ടായി, 2 കുമ്മട്ടി ഉണ്ടായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഏറെക്കുറെ നമ്മുടെ എന്താ പറയുക ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടൈം ഇപ്പോൾ ഒരു 6:30 ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ വന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ വന്നു. അവർ ആ ഒരു ടൈം ആവാറായപ്പോഴാണ് എത്തിയത്. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നു. അതിൻ്റെ ക്ലിപ്പൊന്നും അധികം എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് പോയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അനിയൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ടുണ്ടായി. അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായി. അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. നോമ്പല്ലെങ്കിൽ കേക്കൊക്കെ ഭയങ്കരമായിട്ട് തിന്നുന്നത്. കാരണം നോമ്പായത് കാരണം അങ്ങനെ കൂടി തിന്നാൻ പറ്റില്ല. കേക്ക് ഐസ്ക്രീം സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ നോമ്പിൻ്റെ ഒരു ടൈം ആയത് കാരണം അത്രയും കൂടി നമുക്ക് കൊതി തോന്നുന്നുണ്ടായില്ല. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്കൊക്കെ കുറച്ചായിട്ട് എല്ലാവരും കഴിച്ചു. എന്നിട്ട് എന്താണ്, ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. ബാക്കി ഇവരൊക്കെ ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഫുഡൊക്കെ കഴിക്കണമായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും എന്താ പറയുക അൽഹംദുലില്ലാ നന്നായിട്ട് നടന്നു. ഒരു ദിവസം കൊണ്ട് നല്ല രസമായിരുന്നു. ഈ ഒരു എന്താ പറയുക നോമ്പ് തുറ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അങ്ങനെ നോമ്പൊക്കെ കഴിയാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.